കേരളത്തെ നടുക്കിയ പാലക്കാട് പോത്തുണ്ടി നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമരയുടെ ശിക്ഷാവിധി നാളെ. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. പ്രതി ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. പ്രതിക്ക് വധശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ ശക്തമായി ആവശ്യപ്പെട്ടപ്പോൾ മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നാണ് പ്രതിഭാഗം കോടതിയിൽ വാദിച്ചത്. പ്രതി ചെന്താമര ഒരു സ്ഥിരം കുറ്റവാളിയാണെന്നും ഇയാൾ സമൂഹത്തിന് തന്നെ വലിയൊരു ഭീഷണിയാണെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. കുറ്റകൃത്യങ്ങൾ ഇനിയും ആവർത്തിക്കാൻ സാധ്യതയുള്ള പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകണം. താൻ ഗാന്ധിജിയല്ല എന്ന പ്രതിയുടെ മനോഭാവം തന്നെ ഇതിന് തെളിവാണ്. അതേസമയം പ്രതിക്ക് മാനസാന്തരപ്പെടാൻ അവസരം നൽകണമെന്നും മുൻകാല സ്വഭാവങ്ങൾ ഇതിലേക്ക് വലിച്ചിഴക്കരുതെന്നും പ്രതിഭാഗം വാദിച്ചു. കേസിൽ സാഹചര്യ തെളിവുകൾ മാത്രമാണുള്ളതെന്നും നേരിട്ടുള്ള സാക്ഷികളില്ലെന്നുമാണ് പ്രതിഭാഗത്തിന്റെ വാദം. തന്റെ ഭാര്യയും മകളും ഉപേക്ഷിച്ചു പോകാൻ കാരണം നീളൻ മുടിയുള്ള ഒരു സ്ത്രീയാണെന്ന് ഒരു ജോൾസിൻ പറഞ്ഞതാണ് അയൽവാസിയായ സജിതയോടുള്ള പകയ്ക്ക് കാരണം. ആ പകയിൽ 6 വർഷം മുമ്പ് സജിതയെ ചെന്താമര കഴുത്തറുത്ത് കൊലപ്പെടുത്തി. ഈ കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്ത ശിക്ഷ വിധിച്ചിട്ടുള്ളതാണ്. ആദ്യ കേസിൽ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ചെന്താമര വീണ്ടും അക്രമം അഴിച്ചുവിട്ടത്. സജിതയുടെ ഭർത്താവ് സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും ഇയാൾ ക്രൂരമായി കൊലപ്പെടുത്തി. ഇരട്ട കൊലപാതകം നടന്ന 1.5 വർഷമാകുമ്പോഴാണ് ഇപ്പോൾ കേസിൽ വിധി വരുന്നത്. കേസിൽ പ്രതിയെ കൊടുക്കാൻ ശക്തമായ തെളിവുകളാണ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയത്. ആകെ 81 സാക്ഷികൾ, കൊലപാതക സമയത്ത് ചെന്താമരയെ കണ്ടവർ, സുധാകരനെയും കുടുംബത്തെയും ഇല്ലാതാക്കുമെന്ന ഭീഷണി കേട്ടവർ, വടിവാൾ വാങ്ങിയ കടക്കാരൻ തുടങ്ങി ഭാര്യ വിലാസിനിയും അയൽവാസിയായ പുഷ്പയും ഉൾപ്പെടെയുള്ളവർ ചെന്താമരയ്ക്ക് എതിരായി മൊഴി നൽകി. ഇതെല്ലാം പ്രതി നിഷേധിച്ചു. തനിക്കെതിരെ മൊഴി നൽകുന്ന ഭാര്യ ഉൾപ്പെടെയുള്ളവരെ ഇല്ലാതാക്കുമെന്ന് ചെന്താമര മുമ്പ് ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. 2019 സജിതയെ കൊന്ന കേസിൽ ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിട്ടുള്ളത്.